കോൺഗ്രസിന്റെ ശക്തമായ പ്രചരണം. അവിടെ 70 സീറ്റ് 65ലും കെട്ടിവെച്ച കാശ് കോൺഗ്രസിനില്ല. ആകെ കിട്ടിയത് വലിയ 0. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 0. പക്ഷേ ഒരു നിരാശയും കോൺഗ്രസിനില്ല. വലിയ ആഹ്ലാദ പ്രകടനം. എന്തില്? ആം ആദ്മിയെ പരാജയപ്പെടുത്തിയത്. ഇപ്പൊ BJP ജയിച്ചു കയറിയതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു. ഇതാണ് ഡൽഹിയിൽ കാണാൻ നമുക്ക് കഴിഞ്ഞത്. കെജ്രിവാളിനെതിരെ ഡൽഹിയിൽ നിർത്താൻ പറ്റുന്ന, കോൺഗ്രസ് നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി നിർത്തി. രാഹുൽ ഗാന്ധി അടക്കമുള്ള എല്ലാ പ്രമുഖരും അണിനിരന്ന് ആം ആദ്മിക്കെതിരെ പ്രചരണവും നടത്തി. ഇതാണ് കോൺഗ്രസ്. ഈ നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. കോൺഗ്രസ് BJPക്കെതിരെ അണിനിരക്കേണ്ട ചില പ്രധാന ഘട്ടങ്ങളിൽ അണിനിരക്കാൻ മടിക്കുന്നു. ഇവിടെ വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട്. എങ്ങനെയാണ് വർഗീയതയെ നേരിടുക? മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ എതിർക്കുന്ന നില സ്വീകരിക്കണം. പക്ഷെ കോൺഗ്രസിന് പലപ്പോഴും അത് കഴിയാറില്ല. ഇതാണ് സ്വീകരിച്ചു പോകുന്ന നില എന്ന് നാം കാണണം. ഇന്ന് കേരളത്തിൽ ഏത് ഭാഗത്ത് പോയാലും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി നിൽക്കുകയാണല്ലോ. നല്ല രീതിയിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിയല്ലോ. 5000 കോടിയോളം രൂപയാണ് ആ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത്. അതോടൊപ്പം ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസുകളായി, സ്കൂളുകള് ഹൈടെക്കായി. വലിയ മാറ്റം. ആ മാറ്റം ഏവരും അംഗീകരിക്കുന്നു. 5 ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തകരാതെ പോയത് ഈ ഇടപെടൽ കൊണ്ടല്ലേ? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. 2016 തെരഞ്ഞെടുപ്പിൽ അതേവരെ അധികാരത്തിലുണ്ടായിരുന്ന UDF സർക്കാർ തന്നെയാണ് അധികാരത്തിൽ തുടർന്നിരുന്നെങ്കിൽ അന്ന് ദയാവധത്തിന് വെച്ച 4000 മാത്രമല്ല, അതിൻ്റെ കൂടെ കുറെ ആയിരങ്ങൾ കൂടി സ്കൂളുകൾ പൂട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. 5 ലക്ഷമാണ് അതേവരെ കൊഴിഞ്ഞു പോയതെങ്കിൽ ദശലക്ഷക്കണക്കിന് കുട്ടികൾ പിന്നീട് കൊഴിഞ്ഞു പോകുമായിരുന്നു.